ഉമ്മൻചാണ്ടിക്ക് ഭക്ഷണം വെച്ച് കൊടുത്തു. കൊടുത്തു. അവസാനം കൊടുത്തു. എനിക്ക് ഭയങ്കര സങ്കടമായത്. അവസാനം ഈ രവിപിള്ള സാറിൻ്റെ മകൻ്റെ വെഡ്ഡിങ്ങിനായിരുന്നു. ഉം. അന്ന് ഭക്ഷണം അന്നത്തെ വളരെ കുറച്ചാ. ചാണ്ടി ഉമ്മൻ സാറുമായിട്ട് ഇവർ രണ്ടുപേരുടെ വന്നു. അവർക്ക് അന്ന് പിണറായി സാർ എല്ലാവരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. ഉം. അവിടെ ഒത്തിരി ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ളവർക്ക് വേറെ ഉം. വലിയൊരു കല്യാണമായിരുന്നല്ലോ. അത് അതെ, അതെ, കോവിഡ് ടൈം അതെ. ആയതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഓരോ ഏരിയയിൽ തിരിച്ചിട്ടാണ് ഉം. ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ റെസ്റ്റോറൻറ്റേ ക്രിയേറ്റ് ചെയ്തു ഉം. കല്യാണം. അപ്പോൾ അതിനകത്ത് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു, ചാണ്ടി ഉമ്മൻ സാറ്, പിന്നെ പിണറായി സാർ, അങ്ങനെ കുറേ പേര്. അന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, കഴിച്ചു. അന്ന് കുറച്ച് അവശതയിലായിരുന്നല്ലോ, ഉം. ഉം. സുഖമില്ലാതിരുന്നുകൊണ്ട് ഒരുപാട് ആഹാരമൊന്നും കഴിച്ചില്ല. അത് എൻ്റെ വീഡിയോ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഉം. ഉം. ഈ വീട്ടിൽ വന്ന് നിന്റെ മീൻ കഴിക്കണം. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ചാണ്ടി ഉമ്മനുമായിട്ട് ഒത്തിരി കാലമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ഉം. പറഞ്ഞു ഷെഫേ ഞാൻ വീട്ടിൽ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത ദിവസം ചാണ്ടി ഉമ്മൻചാണ്ടി സാർ അവിടെ ഉണ്ട്. ഉം. മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഉം. എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഷെഫേ ഇവിടെ ഞാനുണ്ട്. ഞാൻ പറഞ്ഞു ഈ റെസ്റ്റോറൻറ്റിലൊന്ന് വരൂ. ഉം. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ആ പപ്പയായിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു തുടക്കമാണ്, നിങ്ങൾ വന്നാൽ നല്ലതായിരിക്കും. ഓ എങ്കിൽ ഞാൻ വരാം. അവർ 8:30 ആയപ്പം ചാണ്ടി സാർ വന്നില്ല. അപ്പം അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ ചാണ്ടി ഉമ്മൻ വന്നു, ജസ്റ്റ് വന്ന് കണ്ട്. ഞാൻ പറഞ്ഞില്ല ഭക്ഷണം കഴിക്കുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്നില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു നിർവ്വാണ ഒരു അപ്പവും ഉം. ഒന്ന് ടേസ്റ്റ്. കാരണം പുള്ളി ഇത് ഹോസ്പിറ്റൽ. തുടങ്ങിയോണ്ടൊന്ന് ആ, കാണാൻ ആ, മതി, ആ. ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കഴിച്ചിട്ട് സുഖമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പയ്ക്ക് എന്തെങ്കിലും കൊടുത്തു വേണ്ട, കഴിക്കാൻ പറ്റില്ല ഉം. എന്നൊക്കെ പറഞ്ഞു പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഈ സംഭവിക്കുന്നത്. ഓ. അവിടെ വന്ന് അദ്ദേഹം എനിക്ക് ഏറ്റവും റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ബാംഗ്ലൂർ ഉണ്ടായിട്ട് അദ്ദേഹം നമ്മളെ ഒരു ആശീർവദിക്കാനായിട്ട് ചാണ്ടി ഉമ്മൻ വരിക. അത്രയും അടുത്തൊരു ബന്ധമായിരുന്നു. ഉമ്മൻചാണ്ടി അവിടെ ഉണ്ട്. ഉണ്ട്. പക്ഷെ ആ ചാണ്ടി ഉമ്മനും അവിടെ വരുമ്പോഴുള്ള കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇല്ല, തിരിച്ച് നാട്ടിലേക്ക് ഒരാൾ തയ്യാറെടുപ്പായിരുന്നു. തയ്യാറെടുപ്പായിരുന്നു. എൻ്റെ അതല്ലേ പറഞ്ഞത്. വന്ന് പപ്പ അവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു, ആ 1 മണിക്കൂറെങ്കിൽ വന്ന് നിങ്ങളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നു റെസ്റ്റോറൻറ്റിൽ വന്നു. ജസ്റ്റ് ഒരു അപ്പം, വേറെ ഒരുപാട് പുള്ളിയുടെ കസിൻ ഒരു പയ്യനെയും ഉം. കൊണ്ടിട്ടാണ് ഉം. വന്നത്. ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. എന്നെ വിളിച്ചു ബാംഗ്ലൂർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഇന്ന് നല്ലൊരു ദിവസം ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പണിങ്ങാണ്, നിങ്ങളൊന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇന്ദിരാനഗറിൽ എവിടെയായിരുന്നു. ഇന്ദിരാനഗർ എവിടെയാണ്, അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നു. ഭക്ഷണം കഴിക്കില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് വിട്ടു. അങ്ങനെ ഒത്തിരി പേർക്ക് അതെ. ഭക്ഷണം വിളമ്പി അല്ലേ. ഇപ്പൊ ഈ നമ്മൾ ഈ ഇപ്പൊ റെസ്റ്റോറൻറ്റിലാണല്ലോ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്ത കാര്യം പറഞ്ഞു. ഒത്തിരി വഴക്ക് കേട്ടിട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കുറേ തൊഴിലാളികളുണ്ട് അല്ലേ. അതെ, അവരൊക്കെ ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നൊക്കെ ഡിപ്ലോമ ഉള്ളവരായിരിക്കാം കൂടുതലും. എല്ലാവരും ഉണ്ട്. അങ്ങനെയല്ല എടുക്കുന്നത്. അതെ. അല്ലാത്തവരും ഉണ്ട് ഇല്ലേ. അതെ, അതെ, എല്ലാ ഭാഷക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. തീർച്ചയായിട്ടും. മുതലാളിയാണ് ഇപ്പോൾ അല്ലേ, MD ആണ് ഈ പ്രസ്ഥാനത്തിന്. ഇവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് നമ്മൾ വന്ന വഴി വെച്ച് നോക്കുമ്പോൾ? അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഹാപ്പി എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ ഒരു 30 വർഷത്തെ കരിയറിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ വലിയ ഒരു നോർമൽ ഒരാൾക്ക് കിട്ടുന്നതിൽ കൂടുതൽ അംഗീകാരങ്ങളും സംഭവങ്ങളും ഒരാൾക്ക് എന്നെപ്പോലെ ഒരാൾക്ക് സന്തോഷിക്കേണ്ട ഏറ്റവും അങ്ങേയറ്റം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ ഈ BBC മാസ്റ്റർ ഷെഫിൽ പങ്കെടുക്കാൻ പോയതോ, അതെ, അതെ, അതെ. അല്ലെങ്കിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ബഹമാസ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയ ഒരാളാണ്. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷെ അതിൽ കൂടുതൽ ഹാപ്പി എന്ന് പറയുന്നത് ഇപ്പം ഈ 30 വർഷമായിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച ഒരാൾ ഇപ്പോൾ 560 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. വലിയ കാര്യം, വലിയ കാര്യം. ജസ്റ്റ് ഫോർ അത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഏറ്റവും വലുതായിട്ട് എനിക്കതാണ്. ഞാൻ ചെയ്തൊരു അച്ചീവ്മെൻറ്റ്, ഇത് ചെയ്യാൻ പറ്റി. ഒരു 500 ഡയറക്റ്റ് കുടുംബങ്ങളുമായിട്ട് ഞാൻ ഇൻട്രാക്റ്റ് ആണ് ഇവരൊക്കെ ആയിട്ട്. ഒട്ടുമിക്കവരുടെ എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ. ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞേ ഉള്ളൂ. കുറേ ആൾക്കാർ ഷെഫേ ഞാൻ വരുന്നുണ്ട് കൂടെ. ഒരാൾ പോലും എൻ്റെ അടുത്ത് സാലറി ഇത്ര വേണം, എന്താണ് പൊസിഷൻ എന്ന് പറയാണ്ട് വന്ന ആൾക്കാരാണ്. അപ്പം അതേപോലെ അപ്പം ആ ഒരു ഭയങ്കര ഒരു ടീം വർക്കിനകത്ത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കണ്ട ഒരാൾ. ഞാൻ ജോലി ചെയ്ത നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് മോശം സ്ഥാപനങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യാത്തതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ജൂനിയർ ലെവലിൽ നിന്ന് സീനിയർ ലെവലിൽ എത്തുമ്പോൾ വരെയുള്ള ഒരു അനുഭവം ഞാൻ ഉണ്ടായിട്ട് നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു താഴേന്ന് വന്ന ഒരാൾക്ക് നിലയിൽ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ഒരു മീഡിയം ലെവലിലെത്തുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ഒരു മാനേജർ ലെവലിലുള്ള. അപ്പോൾ അത് നമുക്കറിയുമ്പം അവർക്ക് ആ ഒരു ഫീൽഡ് നമ്മളത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷനും പേഴ്സണലി അവർക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ആ ഒരു അപ്രോച്ചിൽ ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പോൾ അത് ഈ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പല കാര്യങ്ങൾ, അവരുടെ സാലറി ആയാലും അവരുടെ വെൽഫെയർ ആയാലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനായാലും അവരെ ട്രെയിൻ ചെയ്യുന്നതിനായാലും കണ്ടിന്യൂ ആയിട്ട് അതിന് ഞാൻ വലിയൊരു പാട്ട് കൊടുക്കണം. നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിൽഡിങ്ങിലും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളിലേക്കായിട്ട് കൂടുതൽ വാല്യൂ എന്ന് വെച്ചാൽ പീപ്പിളിനകത്ത് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഏറ്റവും നല്ലവരെ കണ്ടെത്തി അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ട്രെയിനിങ്, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ചില കുട്ടികളൊക്കെ ഒരു വൈൻ ടൈം അല്ലെങ്കിൽ അവന് ഇത് വേണം, അപ്പോൾ തന്നെ അവരെ നമ്മൾ വേറൊരു കോഴ്സിലേക്ക് വിട്ട് നീ പഠിച്ചോ എന്നിട്ട്, കാരണം അവനും ഗ്രോ ചെയ്യും, കമ്പനിയിൽ അങ്ങനെ വരും. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഇവരെയൊക്കെ
നല്ല രീതിയിലൊരു ഒരു 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 പുതിയൊരു വർക്ക് അറ്റ്മോസ്ഫിയർ, നമ്മൾ ഭയങ്കര കണക്റ്റാണ് ആൾക്കാർ. ഇപ്പോൾ ഇത് ഏറ്റവും റീസെൻ്റായിട്ട് ഗോവയിലൊരു പയ്യൻ, ഞാനൊന്നും അറിയുന്നത് പിന്നാണ്. അപ്പോൾ ആ പയ്യൻ എന്തോ ഒരു ഫാമിലി ഇഷ്യൂ ആയി. പെട്ടെന്ന് തന്നെ അവിടെയുള്ള കംപ്ലീറ്റ് ടീമൂടെ അവൻ്റെ വീട്ടിലെന്തോ എമർജൻസി ഫിനാൻഷ്യൽ, അവൻ അന്നത്തെ ദിവസം പെട്ടെന്ന് സർവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മുഖമായിട്ട്. അപ്പോൾ വേറെ ചോദിച്ചാൽ എന്ത് പറ്റി, അപ്പോൾ ഇതേപോലെ പ്രശ്നമാണ്. അപ്പോൾ അവർ ഗ്രൂപ്പിനകത്ത് കണ്ടതാണ്. ഇവരെല്ലാം കൂടെ ഒരു 50,000 രൂപ അവരുടെ ടിപ്സും ബാക്കിയെല്ലാം കൂടെ ഷെയർ ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് അങ്ങ് അയച്ചു കൊടുക്കുകയാണ്. അത് ആ ഒരു അത് തമ്മിൽ തമ്മിൽ അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ്, അത് വലിയൊരു ബന്ധമാണ്. ഭയങ്കര അവർ നമ്മൾ പോലും അറിയുന്നില്ല. ഇപ്പം നമ്മളറിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുമല്ലോ, നമ്മളടുത്ത് പോലും പറയാണ്ട് അങ്ങനെ ഒരു 10-15 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ഫാമിലി പോലെ കൊണ്ടുവന്ന് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എംപ്ലോയീസ് എന്ന് പറയുന്ന ആണല്ലോ, അവരെ ഏറ്റവും നല്ലതായിട്ട് ടേക്കൺ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതൊരു നമ്മുടെ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ സർവീസ് ഇൻഡസ്ട്രിയാണ്. കസ്റ്റമറിനെ അതിഥി ദേവോ ഭവ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു മന്ത്രം. ഒരാൾ ഒരു ദേവോ ഭവ. അപ്പം അത് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഗസ്റ്റ് ഈസ് ഗോഡ് എന്നാണ് എൻ്റെ പറയുക. ഈ ഒരു ഡോറിൽ അതൊരു ഭിക്ഷക്കാരനാവട്ടെ അല്ലെങ്കിൽ ഒരു അതിസമ്പന്നനാവട്ടെ, നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ഗോഡാണ് എന്ന ഒരു മന്ത്രത്തിലായിരിക്കണം നമ്മൾ. പിന്നെ അവിടെ ഒരു വേർതിരിവോ ഡിസ്ക്രിമിനേഷനോ അവരുടെ നിറം, ജാതി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ, നമ്മുടെ ഡോറിനുള്ളിൽ എത്തിയാൽ ഹീസ് എ ഗോഡ് ഫോർ അസ്, അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊരു ട്രെയിനിങ് കഴിക്കുമ്പോഴാണ് നല്ലൊരു സർവീസ് കിട്ടുക എന്നുള്ളത്. ഒരു വെയിറ്റർ എന്ന നിലയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോഴാണ്, അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും ചില സമയത്ത് കസ്റ്റമർ വരും. തീർച്ചയായിട്ടും എല്ലാവർക്കും എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും. എനിക്ക് ഇന്ന് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ വിചാരിക്കും അല്ലേ, അതെ. എനിക്കിന്ന് കാലൊന്നും മുറിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മനസ്സ് മാറും. ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വരുവാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റർമാർ, ഒരു പയ്യന് അവൻ്റെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അപ്പം എന്നോട് വരുന്ന ചിലപ്പോൾ പെരുമാറ്റത്തിൽ ഒരു സ്നേഹക്കുറവുണ്ടാകാം, ഉറപ്പായിട്ടും സ്വാഭാവികമാണ്. അത് തിരിച്ചറിയാനുള്ള കഴിവുള്ള ആളുകൾ അതിനൊപ്പം യാത്ര ചെയ്യുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. ഗോവയിലെ അനുഭവം വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ എല്ലാവരും ഒത്തൊരുമയാണ് അതിനകത്ത് അല്ലേ, ഒരാളെ മാറ്റി നിർത്താതെ. അതൊരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യില്ലേ. ഒരു എക്കോ സിസ്റ്റം പോലെ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞ ഒരു പൊസിഷണൽ ഹൈറാക്കി ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ അവരൊരു ഇൻഡിവിജ്വൽ. അവർക്ക് ഒരു മനുഷ്യന് എല്ലാത്തരം വികാരങ്ങളും, ഇപ്പോൾ ഒരു 24 hours ഒരേ മൂഡിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇല്ലേ. അയാളുടേതായ പലതരം മാനസിക സംഘർഷങ്ങളിലൂടെ ഒക്കെ പോകുന്ന സമയമുണ്ട്. അപ്പോൾ അത് ഒരു മാനേജർ, അയാളുടെ തൊട്ടും അതാണ് ഒരു മാനേജർ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ജൂനിയർ ലെവലിലുള്ള പീപ്പിളിനെ എങ്ങനെ നിങ്ങൾ അവരെ മാനേജ് ചെയ്യുന്നു, അവരെ എങ്ങനെ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു, അവരെ എങ്ങനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെ എങ്ങനെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മോഡേൺ ഡേയിലൊക്കെ ഒരു സ്റ്റാഫ്, HR, ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ടാലൻറ്റ് അക്വിസിഷൻ എന്നൊക്കെ പറയുന്നത് ഒരു എംപ്ലോയീസിനെ ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് ലോകത്തെ ഏറ്റവും വലിയൊരു പൊതുവായെന്ന് വെച്ചാൽ അംഗീകാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ. 1% ആൾക്കാരേ ഉള്ളൂ ഒരു ക്രെഡിറ്റും വേണ്ട, ബാക്ക് എൻഡിൽ നിന്ന് വർക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്താലും അവർക്ക് അംഗീകാരം വേണ്ട. അവരൊരിക്കലും മുമ്പിൽ ഒന്നും പറയില്ല ഞാനിത് ചെയ്തു, നമ്മൾ തിരിച്ചറിയുന്ന അങ്ങനെ കുറേ ആൾക്കാരും ഉണ്ട്. മറ്റുള്ള എല്ലാ മനുഷ്യർക്കും അംഗീകാരം എന്ന് പറയുന്നത് അവരുടെ ഒരു 99 ആൾക്കാർക്കും അംഗീകാരം വേണം. അത് വേണം. അത് അവർ ചെയ്യുമ്പോൾ ഒരാൾ, അല്ല ഞാനൊരു ജോലി ചെയ്തു, തൊട്ട് അവരുടെ ഒരു മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഒരാൾ അംഗീകരിച്ചിട്ട് എടാ ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ, ചിലരിത് അറിഞ്ഞാലും പറയില്ല. അവർ വിചാരിക്കും ഇത് നിനക്ക് സാലറി തരുന്നതാണ്, നിൻ്റെ ജോലിയുടെ പാർട്ടാണ്, ഇറ്റ്സ് യുവർ പാർട്ട് ഓഫ് ദ ബിസിനസ്, നീ ചെയ്യും, ഇത് നിന്നെ അതിനാണ് നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ അംഗീകരിക്കേണ്ട കാര്യം എന്താണ്, നിൻ്റെ ജോലി ഇതാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷെ ശരിക്കും ഒരു ഔട്ട് ഓഫ് ദ വേയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജോലിയിൽ ചെയ്യുമ്പോൾ അത് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ബെറ്ററായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അപ്രിസിയേഷനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും, അവർക്കല്ലെങ്കിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 1-to-1 ആയിട്ട് ഒരു കൗൺസിൽ ചെയ്യേണ്ടതാണ് കൗൺസിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ചലഞ്ച് ചെയ്യുക. പിന്നെ അവർക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫെസിലിറ്റേറ്റും ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വരിക. അതെല്ലാം എൻ്റെ ഒരു എൻഡ് റിസൾട്ടിലോട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സ്ട്രിക്ട്ലി ഫ്രം ദ ഡൗൺ ലൈനിൽ നിന്ന് ടോപ്പ് ലെവൽ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ 12 റെസ്റ്റോറൻറ്റ് 18 മാസം കൊണ്ട് മൾട്ടിപ്പിൾ സിറ്റിയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കൊച്ചിയിലെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ പുസ്തകത്തിൽ എഴുതി, ഒരു സിനിമയിൽ അഭിനയിച്ചു, എല്ലാ ഇൻ്റർവ്യൂസിലും പോകുന്നുണ്ട്, ഒരു വർഷമായിട്ട് TV ഷോ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്, മനോരമ ആഴ്ചപ്പതിപ്പിൽ എല്ലാ ആഴ്ചയിലും 2 റെസിപ്പി വീതം എഴുതുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നതാണ്. അപ്പം നമ്മളത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരികയും ട്രെയിൻ ചെയ്യുകയും അതിൻ്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഗോവയിൽ എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല. നമുക്കതൊരു ട്രസ്റ്റാണ്. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ ഇരുത്തിയിട്ട് അവരുടെ ഏൽപ്പിക്കുകയാണ്. ബാംഗ്ലൂർ, ദോഹയിൽ, എല്ലായിടത്തും എനിക്ക് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ലല്ലോ. സോ ഇതാണ് അതിൻ്റെ ഒരു തത്വം.